ഇപ്പം അന്ന മുടി അപ്പച്ചൻ്റെ ഒരു ഹെയർ സ്റ്റൈല്. ഇതാരാ പോന്ന പരിചയമുള്ളവരാണല്ലോ. ഒന്ന് പുറകിന് പോയിക്കും. അല്ല ബിലാലല്ലേ നെറ്റിൻ്റെ മുറിക്കാതെ. പിന്നെ ഇതാരാ ആ റൂമിലോട്ട് കയറുന്നു? ഇതാരാ? എടാ പഠിപ്പാ എങ്ങോട്ടാ? ഇവിടെ നിൽക്കും. ആവിയാ എൻ്റെ വീട്ടിൽ ആവി ആയതുകൊണ്ട് ഞാൻ ഇവിടെ വന്നതാ. ഭയങ്കര ആവിയല്ലാളിയ. ഒരാവിയാണ്ട് അകത്ത് അപ്പുറം ലച്ചുവിൻ്റെ റൂമിലുണ്ട്. കൂട്ട് വന്നതാ ഞാൻ. അളിയിലാരും കൂട്ട് വന്നില്ലേ? എന്താ ഒറ്റയ്ക്കാ? ഞാൻ ചിരിക്കുന്നത് നീ അങ്ങനെ സൂഹിക്കണ്ട. വിളിക്കട്ടെടാ ഞാനവനെ. ആവിയല്ല, ആവി ആയതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന. പിന്നെ അതല്ല, അമ്മൂന് ഡൗട്ട്, അപ്പൊ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നതാ. എന്തൊരു നൻപന്മാര് കൂട്ടുകാരുടെ പെങ്ങളെ കാണാൻ വേണ്ടി പാതിരാത്രി വലിഞ്ഞു കയറുന്നു. പോയി കണ്ടിട്ട് വേണം ഞാനവിടെ നിൽക്കാം. നിനക്കെന്നെ പേടിയില്ലടാ ബുജിക്കുട്ടി. ഇനി നീ പേടിക്കണം. ഇനി നീ ഉറപ്പായിട്ടും പേടിക്കണം. എൻ്റെ അസൈൻമെന്റ് എല്ലാം നീ എഴുതിത്തരണം. താരാടാ എന്നൊന്ന് വെറുതെ വിട്. ഒച്ച വെക്കല്ലേ. ഓ ഇവിടെ എന്തോ ഒച്ച. അളികനെന്താ ഇവിടെ? എന്താടാ ഇവിടെ? എന്റെ വീട്ടിൽ അപ്പിടി ആവിയാ. അതാ അളിയനെന്താ ഇവിടെ? ആവിയായിരിക്കുമല്ലേ? ഓ അളിയ, നമുക്കൊരു ഒത്തു തീർപ്പിൽ പോകും. അളിയ നമ്മനെ കാണാൻ വന്നല്ലേ? പൊക്കോ. ഓക്കെ, അപ്പൊ അളിയന്മാരോ? ഓ ഞാനിപ്പോ ലച്ചുവിനെ കാണാൻ പോകും. പിന്നെ സെബാൻ ഇവിടെ നിൽക്കും. സെബാനെ ഞങ്ങളെന്നാ പോവാ. നീ ഇവിടെ നിന്നു പണിയൊന്നും ഉണ്ടാക്കിക്കില്ലേ കേട്ടോ? ഇല്ലളിയ, ധൈര്യമായിട്ട് പോയിട്ടോ. ലച്ചൂട്ടിയെ ഇങ്ങനെ തിരിഞ്ഞേടി. ലച്ചുമ്മ അപ്പത്തെ ദേഷ്യത്തിന് ഞാൻ പറഞ്ഞല്ലേ. ഇനി നോക്ക് പെണ്ണ, നിന്റെ കണ്ണ്. ഓഹോ, ദേഷ്യത്തിന് ഇങ്ങനെയൊക്കെയാ പറയുന്നത്? കുടിച്ചിട്ടുണ്ട ബിലാലെ? നീ അടി വാങ്ങട്ടാ. ഇപ്പൊ എന്താ ഇങ്ങോട്ട് വന്ന്? ആരെങ്കിലും കണ്ടാലോ? ചേട്ടനാണോ ഉറങ്ങിയിട്ടില്ല? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? പോ, നിന്റെ ഒരു ചേട്ടൻ ഞാൻ ഇതുപോലെ ചേർന്ന് കിടക്കാൻ വേണ്ടിയല്ലോ. നിന്നെ ഒരുപാട് മിസ് ചെയ്തതേ. ഓഹോ, മിസ് ചെയ്തോണ്ടാണോ അങ്ങനെയൊക്കെ എന്നോട് ഹൈ ഹേറ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ മിസ് ചെയ്തെങ്കിൽ അങ്ങനെ പറയുമോ? എനിക്കറിയാം ഇന്ന് നൈറ്റ് വരുമെന്ന്. അതുകൊണ്ടല്ലേ ഡോർ ഞാൻ ഓപ്പൺ ആക്കിട്ടോ. ബിലാലേ, ആഹാ നീ കൊള്ളാലോടി. ഞാൻ വരുന്നെന്ന് പറഞ്ഞിട്ട് ഡോറൊക്കെ ഓപ്പൺ ആക്കിയിടാനുള്ള ധൈര്യമൊക്കെ ഉണ്ടല്ലേ? എങ്കിൽ നിനക്ക് എൻ്റെ കൂടെ ഇറങ്ങി വരാനുള്ള ധൈര്യമുണ്ട് അല്ലേ? അത് എന്തത്? ഇങ്ങോട്ട് പാടി, സമയം പോയി. ഇങ്ങ് നേരത്തെ പോണ്ട. അമ്മൂട്ടാ ഉറങ്ങിയോ? ഉറങ്ങിയില്ല, ഉറങ്ങാൻ പോവായിരുന്നു. എനിക്കറിയാൻ വരുമെന്ന്, അതുകൊണ്ട് ഉറങ്ങിയില്ല. ഇന്ന് കോളേജ് വെച്ച് ഒത്തിരി സംസാരിച്ചല്ലോ, അതാ വന്ന്. എനിക്കറിയാം ഏട്ടനൊക്കെ ഉള്ളതുകൊണ്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേണ്ട, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് അതൊരു തടസ്സമാവണ്ട. ഇടയ്ക്കൊക്കെ ഒന്ന് കണ്ടാൽ മതി. ഓക്കെ? എടോ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നത്. ഞാനവിടുത്തെ ചെയർമാനിൽ നിൽക്കുന്നതെന്ന് അറിയാമോ? അപ്പം തൻ്റെയും തന്നയുടെ കൂട്ടുകാരുടെയും എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. ഞാൻ തന്നോട് പറയുന്നത് താനെല്ലാവരോടും പറയണം. അത് കൊള്ളാലോ. തനിക്ക് തന്നെ എൻ്റെ ഫ്രണ്ട്സിനോട് പോയി പറഞ്ഞൂടെ? എന്തിനാ എത്ര നാണം? അത് ഞാൻ പറഞ്ഞാലും നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം ദേവിയൊക്കെ വോട്ട് ചെയ്യുന്നറിയും. എന്നാലും ഞാൻ തന്നോട് വന്ന് പറഞ്ഞതേ ഉള്ളൂ. താൻ പറഞ്ഞാൽ മതി. എല്ലാ വട്ടം ദേവിക്ക് ചെയ്യണമെന്നില്ലല്ലോ. തവണ വെറൈറ്റി. അപ്പം എനിക്ക് വോട്ട് ചെയ്യുമോ? എന്താണോ കലിപ്പ ഇങ്ങനെ നോക്കണത്? ഞാൻ പേര് കൊടുത്ത് അറിഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം. എന്നെ ദേഷ്യം വെച്ചോണ്ടായി മുഖത്ത് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. നിന്നോട് ഞാൻ പറഞ്ഞാലേ ഇതിനൊന്നും ചേരണ്ട. ഇതിനൊക്കെ ചേർന്ന് വല്ല തോറ്റു പോയിക്കുന്ന നാണക്കേടം. ഇവിടെ എല്ലാവരും നാണം കെടുത്തും, അറിയാലോ. ഷേടാ, ഇതിനാണോ ഇത്ര നേരം മുഖം വീർപ്പിച്ച് കെട്ടിയിരുന്നത്? ഇപ്പം എന്താ ചെയ്യണ്ട? ഞാൻ ആ പേര് പിൻവലിക്കണം. തോറ്റു പോയാലല്ലേ? തോറ്റു പോകില്ല, എനിക്കറിയാം. ഇനി തോറ്റു പോയാൽ തന്നെ എന്നെ അല്ല കളിയാക്കുന്നത്. സാരില്ല. ഓ, അപ്പം നിന്നെ ഇവിടെ എല്ലാവരും കളിയാക്കുന്നത് എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ കൈകാട്ടി നിൽക്കണം എന്നാണോ നീ പറയുന്നത്? അതെന്നെ കൊണ്ട് നടക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്, വിട്ടേക്ക്. വെറുതെ നമ്മൾ തമ്മിൽ വെറുതെ തെറ്റും.
അതുകൊണ്ട് വേണ്ട, ക്യാൻസൽ ചെയ്തേക്ക് കേട്ടല്ലോ. ഞാൻ പോവാ. അതെ, പോകുന്നതിന് മുമ്പ് ഒന്ന് തിരിഞ്ഞു നോക്കി അതാരാന്ന് നോക്ക്. അളിയ നിങ്ങളൊരു ഷർട്ട് അളിയ സിഗ്മയല്ല, അളിയുന്ന കയ്യിലുണ്ട്. പെട്ട് പെട്ട് പെട്ടേ. ഇപ്പോഴൊരു ആശ്വാസമായി. എടാ സിഗ്മേ, എന്തൊക്കെയായിരുന്നു എടാ. അളിയ വിട് വിട് വിട്, വേദന എടുക്കുന്ന അളിയ പ്ലീസ്. തരാടി നിനക്ക് കാണിച്ചു തരാം. എടോ താനെന്തിനാണോ ചിരിക്കുന്നത്? അത് ശരി, നീ എന്തിനാ ചിരിക്കുന്നത്? ഫസ്റ്റ് ഇയർ അല്ലേ, ക്ലാസ്സിൽ പോടാ പോടാ പറ്റി. എടാ കുഴപ്പമൊന്നുമില്ല, ഞാനാ വണ്ടി ഓടിച്ചതിന്റെ എന്റെ ശ്രദ്ധ മൂലമാണ്. എനിക്കറിഞ്ഞൂടാ ഡോക്ടർ എന്തൊക്കെയാ പറഞ്ഞു. നീ ചോദിച്ചു അന്നേ ഞാൻ പറഞ്ഞ ഈ കൂട്ടം വേണ്ടെന്ന്. അന്നവൻ കേട്ടില്ല. ഇപ്പൊ അവൻ പിടിപ്പത് കിട്ടി. മതി നിങ്ങളുടെ കൂട്ട്. അങ്ങനെ ഞാൻ മനഃപൂർവ്വം ബിലാലിനെ എന്തിനും ചെയ്യുന്നു തോന്നുന്നു. അവൻ എനിക്കെന്റെ കൂടപ്പറപ്പിനെ പോലെ ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ലെന്ന്. ബ്രേക്ക് പിടിച്ചപ്പോ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നതാ. എനിക്കൊന്നും കേൾക്കണ്ട, ഇപ്പൊ തന്നെ പോകും. ഇനി എന്റെ കുഞ്ഞിന്റെ മുന്നിൽ പോലും വന്നേക്കില്ല. ശരി അങ്കിൾ, ഞാൻ പോവാ. ബിലാലെ ഞാൻ അറിഞ്ഞു നല്ലത് എന്റെ ശ്രദ്ധ കുറവൂല. സെബാൻ, എന്താടാ ബിലാലെ? ഒന്നുമില്ല. എന്താ എടാ, പപ്പ വല്ലോ സെബാനോട് പറഞ്ഞു. സെബാൻ എവിടെ? അവനും പരിക്കൊണ്ടടാ. ഡോക്ടർ എനിക്ക് ഹെൽപ്പ് ചെയ്യുമോ? എൻ്റെ ഫ്രണ്ട്സ് വെളിയിലുണ്ട്, ഒന്ന് വിളിക്കൂ. ബിലാൽ, നീ ഓക്കെ അല്ലേ? അമ്പുറേട്ടനാണോ? കയറുക. ക്ലാസ്സൊക്കെ കഴിഞ്ഞാണോ? ഇരിക്ക്. ഞാൻ സെബാൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോളാ. ആണോ? എടാ സെബാൻ ഞാൻ അന്ന് കണ്ടതാ. എവിടെ സെബാൻ? എവിടെന്ന് അറിയോ? അവൻ റൂമിലുണ്ടോ? ഞങ്ങൾക്കാർക്കും ഏട്ടനെ പറ്റിയുള്ള വിവരമൊന്നും കിട്ടിയിട്ടില്ല. അന്ന് നിങ്ങളുടെ ഇടയ്ക്ക് എന്തോ ഇഷ്യൂ ഉണ്ടായെന്നറിയാം. ഇവിടെ ചോരയും കുളിച്ചാണ് വന്നത്. ഞാനായിരുന്നു വാതിൽ പറഞ്ഞത്. ഒന്നും ഇണ്ടാതെ റൂമിൽ പോയി ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഒരു വിവരവും കണ്ടില്ല. രാവിലെ എണീറ്റപ്പോൾ ആളുമില്ല. നാളെ ലാസ്റ്റ് എക്സാം അല്ലേ, അതുകൊണ്ട് അവനെ കാണാത്തോണ്ട് വിളിച്ചതാ. വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല. പിന്നെ വന്നത്. അവനൊരു വിവരം കിട്ടുവാണെങ്കിൽ അറിയിക്കാം കേട്ടോ. ശരിടാ. അല്ല, അമ്മ എന്തേ? അത് അമ്മായി ഇവിടെ കിടക്ക. അമ്മായിനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. സ്ട്രോക്ക് വന്നു. ഏട്ടനെ കാണാത്തോണ്ട് വിഷമമൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പം ഇവിടെ തന്നെ ഒരു ICU പോലെ സെറ്റ് ചെയ്തേക്കാം. അമ്മ എന്നോട് പറഞ്ഞില്ല അമ്മ എങ്ങനെയാണ്. അവൻ വേണ്ട അമ്മ ഒരു വിവരവും കിട്ടിയില്ല. അവനെങ്ങനെ ഞങ്ങളായിട്ടിട്ട് പോകാൻ തോന്നുന്നു. എന്തുണ്ടല്ലോ ഒരുമിച്ച് നിൽക്കണ്ടേ? അമ്മോ, സാരില്ലടാ, നീ അമ്മനെ കാണാൻ വന്നല്ലോ. എവിടെയാണ് നിങ്ങളുടെ കൂട്ടുകാരൻ? അവന് അമ്മയെ പോലും വേണ്ടേ? എന്ത് സങ്കടം എൻ്റെ കുഞ്ഞു മനസ്സിൽ വെച്ച് കൊണ്ടു നടക്കും. ആരോടും പറയത്തില്ല. നീയും പോയി, കുക്കിയും പോയി. ഞാനിപ്പോ ശരിക്കും അനാഥയല്ലടാ. ആരില്ല എനിക്ക്. എടാ, ഞാൻ കാരണം അവിടുന്ന് എക്സാം പോലും എഴുതാൻ വരാത്തല്ലേ. ഞാൻ കാരണം മാത്രം. അങ്ങനെയൊന്നുമില്ല. നീ പഠിക്കും, എക്സാം അല്ലേ. എക്സാം നന്നായിട്ട് എഴുതണമെങ്കിലല്ലേ. എടാ, ചാപ്റ്റർ 4 അത് ഫുള്ള് പഠിച്ച ആ ഇക്വേഷൻസ് എല്ലാം അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടല്ലേ. അന്ന് അതെല്ലാം എഴുതി പഠിക്കുക കേട്ടോ. അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞു. സബാൻ്റെ വീട്ടിൽ പോകും. അമ്രു, എന്തെങ്കിലും ഇരിക്കുന്നത്? എക്സാം ഒക്കെ നന്നായിട്ട് എഴുതിയില്ലേ? സബാൻ്റെ വിവരം വല്ലതും ഉണ്ടോ? അല്ല, നീ അന്വേഷിച്ചിട്ട് വല്ല അറിയാൻ വല്ലതും പറ്റുമോ? എവിടെ ഉണ്ടെന്ന് വല്ലോ? അവൻ എന്നെ പിന്നെയും തോപ്പിച്ചു. ഞാൻ ഓർത്തിരുന്ന അവൻ എൻ്റെ കൂടെ കാണുന്നു. ഞങ്ങൾ 6 പേരിൽ കൂടുതലും അവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു.
എൻ്റെ ബ്രദർ എന്നൊരു നിലയിലാണ് ഞാനവനെ കണ്ടത്. പാവം, അവന് സ്നേഹിക്കാൻ മാത്രം അറിയത്തുള്ളടി. അന്ന് ബിലാലിന് ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു അവനെന്നെ വിളിച്ച് പറഞ്ഞത് അതാർക്കും അറിയത്തില്ല. എനിക്കറിയാം. ഞാനതാ അപ്പം തന്നെ ഓടി ഹോസ്പിറ്റലിൽ ചെന്നു. ഞാൻ വരുമ്പോൾ അവൻ്റെ അച്ഛൻ എല്ലാം പറഞ്ഞു. ബ്രോ, ഞാനാടാ സെവാൻ. എടാ, ഞാനും ബിലാലും വരുന്ന വണ്ടിയിൽ നിന്ന് ചെറുതായിട്ട് ആക്സിഡൻ്റ് ആയി. ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. നീ ഒന്ന് വരാവോ? ഡോക്ടർ എന്തൊക്കെയോ പറയുന്നടാ. ഞങ്ങൾ 6 പേരും ഇത്ര ഹാപ്പി ആയിട്ട് നിന്ന് എന്തുകൊണ്ടാണെന്നറിയും? ഒറ്റൊരുത്തരേ ഉള്ളൂ, സെബാൻ. എന്താടാ പോടാ വെച്ചെറുക്കാം. ഞാനാരറിയും, അമ്പ്രൂന്റെ ബ്രദർ. എടാ, സിനിമ നല്ല രസമുണ്ടല്ലേടാ. നാളെ നമുക്ക് ബിയറടിക്കാൻ പോയാലോ? എന്ത് അമ്പ്രു? മഴ പെയ്യുന്ന കണ്ടുകൊണ്ടൂടെ? കൊടയിട്. എന്റെ അമ്പ്രുവാണ് ഫുൾ വർക്ക്. അല്ലെങ്കിൽ എന്റെ അമ്പ്രു പൊളിയല്ലേ, മൊത്താണ് ചക്കര. അവള് കൊള്ളാല്ലേ? എന്റെ കുക്കിയുടെ അത്രയും പോരാ, അവളാ ഇന്നും ലുക്ക്. സാർ, നിങ്ങൾ വന്നോ? സാർ അവിടെ വണ്ടി പാർക്ക് ചെയ്തോളൂ. ഇപ്പൊ ഇവിടെ മറ്റേ സാറിന്റെ വണ്ടി വരും. നിങ്ങൾക്ക് 5 പേർക്കും ഒരുമിച്ച്. ഓക്കെ, ഓമാര് വന്നായിരുന്നു. ഇന്നലെ അർജന്റ് മീറ്റിംഗ് ഉള്ള. ഞാൻ അങ്ങോട്ട് പോയേക്കാം. ഓമാരോട് വരുവാണെങ്കിൽ മീറ്റിംഗ് ഹാളിലോട്ട് വരാൻ പറ. ശരി ബിലാല, ഞാൻ ഇപ്പൊ തന്നെ എത്തും. ഞാൻ ഡ്രൈവ് ചെയ്യാം, ഇപ്പൊ വരും. എന്താ ദാസേട്ടാ ഇങ്ങനെ നിൽക്കുന്നത്? എന്തൊരു വിഷമം? മോളുടെ ഓപ്പറേഷൻ്റെ കാര്യമൊക്കെ എങ്ങനെ? എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞങ്ങളോട് ചോദിക്കാം കേട്ടോ. ശരി, ഞാനെന്നാൽ പോട്ടെ, അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്. ദാസേട്ടാ, പിന്നെ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. അല്ല, ഇപ്പം JM കമ്പനി ആയിട്ടല്ലേ മെർജിങ് വന്നേക്കുന്നത്? എന്താ ചെയ്യണ്ടേ? എടാ, ആ കമ്പനിയിൽ നിന്നൊക്കെ മെർജിങ് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ഈ മെയിൽ വന്നപ്പോൾ തന്നെ എൻ്റെ കിളി പോയി, അറിയാലോ. ഈ JM കമ്പനി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കമ്പനിയാണ്. നമ്മുടെ കമ്പനിക്കൊക്കെ മെയിൽ അയക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര വലുതാണ്. എങ്ങനെയാണേലും നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. അവർക്ക് തിരിച്ചൊരു മെയിൽ അയക്കാം, ഞങ്ങൾക്ക് താല്പര്യമാണെന്ന് പറഞ്ഞു. ശരിയാ, മെയിൽ തിരിച്ചയക്കേ. നമ്മൾ 5 പേരും കൂടെ ഈ CM ഗ്രൂപ്പ് ഇത്ര വലുതാക്കി. ഇപ്പം തന്നെ നമുക്ക് JM ഗ്രൂപ്പിൻ്റെ മെർജിങ്ങിൻ്റെ ഇത് വന്നു. അത് തന്നെ ഞാനും പറഞ്ഞത്. ഞാനെന്തായാലും അവർക്ക് മെയിൽ അയച്ചിട്ടുണ്ട്. നമ്മുടെ സെബാനും കൂടെ ഉണ്ടായിരുന്ന ഇപ്പം അടിപൊളിയായിരുന്നല്ലേ എടാ. എന്താണ് ഇവിടെ പരിപാടി? ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനെ കൊണ്ടുവന്നു കേട്ടോ. എന്നെ ഷോപ്പിങ്ങിനും ഉണ്ടെന്ന് പറഞ്ഞു. എന്താ വരിക, താഴോട്ട് വന്നു. ഞാനിപ്പോൾ വരാം. ഞങ്ങളിവിടെ JM ഗ്രൂപ്പിൻ്റെ മെർജിങ്ങിന് നമുക്ക് മെയിൽ വന്ന് പറഞ്ഞില്ലേ, ആ കാര്യം പറയായിരുന്നു. നീ താഴോട്ട് നോക്കോ, ഞാൻ വന്നാൽ. എടാ, അവരുടെ തിരിച്ച് മെയിൽ വന്നു. 25-ാം തീയതി അവർ ഇങ്ങോട്ട് വരുമെന്ന് മെർജിങ്ങിന്. 25-ാം തീയതിയോ? എന്ന് പറഞ്ഞാൽ നാളെ കഴിഞ്ഞോ? അയ്യോ, ടൈമില്ലല്ലോ. എങ്കിൽ ബാക്കി കാര്യമെല്ലാം പെട്ടെന്ന് നോക്കണം. ഇത്ര പെട്ടെന്നാവുമെന്ന് ഓർത്തില്ലല്ലോ. എടാ, വരാൻ ടൈമായി. വരാൻ ടൈമായോ? എന്നാ ബാ, വെളിയിലോട്ട് പോയി നിൽക്കാം. ഇതെന്താ നിങ്ങളെല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ബാ, നമുക്ക് ടൈമില്ല, മെർജി സ്റ്റാർട്ട് ചെയ്യണ്ടേ. ബാ എല്ലാവരും. സെബാനേ, ഇതെവിടായിരുന്നടാ നീ? സെബാൻ, എടാ, ആരെല്ലാം എന്താണെന്നൊക്കെ പറഞ്ഞു നിർത്ത്. നീട്ടിട്ട് പോകണം. ഇതെന്താണ് എല്ലാരും ഇങ്ങനെ? എല്ലാവർക്കും മാറ്റമുണ്ടല്ലോ. അമ്പ്രുവേ, എന്താ അമ്പ്രു ഇങ്ങനെ നിൽക്കുന്നത്? വന്നിട്ടൊരു മൈൻഡ് പോലും ഇല്ല. പോടാ, നീ എന്നോട് അക്ഷരം പോലും മിണ്ടിയേക്കാൻ കേട്ടല്ല. ഷേടാ, ഒരു സർപ്രൈസ് തരാൻ നിർത്താൻ അത് സമ്മതിക്കൂലേ നിങ്ങളൊന്നും? ഇതെന്താ എല്ലാരും ഇങ്ങനെ നിൽക്കുന്നത്? വാ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യണ്ടേ? പെട്ടെന്ന് വാ. നിന്നെ ഞാൻ എവിടെയൊക്കെ തരുന്നെന്നറിയോ? തിരക്കാത്ത സ്ഥലം പോലുമില്ല. എങ്ങനെയുണ്ട് സ്ത്രീക്കൊക്കെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നത്? മോക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ശ്രീ നല്ല സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ ഒരു മോളുണ്ട്, ലാവണ്യ, 1-ാം ക്ലാസ് പഠിക്കും. അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞു. സാധ്യ, ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. 2 പേരും കുട്ടികളാണ്. ഇപ്പം പഠിക്കുന്നൊന്നുമില്ല. അപ്പം ബാക്കിയുള്ളവരൊക്കെ കല്യാണം കഴിഞ്ഞു. ഞാനും അമ്മുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞു. അമ്മ ഇപ്പം 4 മാസം പ്രഗ്നൻ്റ്. എൻ്റെയും അച്ഛൻ്റെയും കല്യാണം കഴിഞ്ഞു. ഞങ്ങൾക്ക് ഒരു കുട്ടി, ഒരാൺകുട്ടി. അവൻ ഇപ്പം UKG പഠിക്കുന്നു.
എടാ ഒരു മിനിറ്റ്, അവള് വിളിക്കുന്നുണ്ട്, ഒരു മിനിറ്റ്. എൻ്റെ കല്യാണം കഴിഞ്ഞത് പറഞ്ഞാ അവളവളുടെ വീട്ടിലാണ്, ഞാനിവിടെ ജോലിയുടെ കാര്യത്തിന്. ആണോ? എടാ ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാം. എനിക്ക് മെർജ് ചെയ്യാനല്ല താല്പര്യം, രണ്ട് കമ്പനിയും ഒരുമിച്ച് 6 പേർ കൂടെ മുന്നോട്ട് പോകാം. ആ, അതേക്കാളും നല്ലൊരു കാര്യമാണ്, നമുക്കത് ആലോചിക്കാം. എടാ ഞാനിന്ന് സ്കൂളിൽ വരെ പോട്ടെ, അത്യാവശ്യമാണ്, ടീച്ചർ വിളിച്ചു. അല്ല നീ ഇപ്പം എന്തിനാ സ്കൂളിൽ പോന്നെ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഓ അതൊരു ചെറിയ കേസ്. എൻ്റെ കൊച്ച് അവൻ നോക്കുന്ന പെണ്ണിനെ വേറെ ആരോട് നോക്കി, അതിന് അവൻ കയറി ആ ചെറുക്കൻ്റെ തല ഇടിച്ചു പിടിച്ചു, അത്ര ഉള്ളടാ. ബെസ്റ്റ്, നിന്റെ തനി സ്വഭാവം അവൻ ഇറക്കാൻ തുടങ്ങിയല്ലേടാ. എൻ്റെ അളിയനാന്ന് നോക്കത്തില്ല, ഞാൻ നല്ല വല്ല പറയും കേട്ടോ. നിങ്ങളുടെ പെങ്ങളുടെ അതേ സ്വഭാവ ആ ചെറുക്കന് കിട്ടിയിരിക്കുന്നത്. ഓടാ. അല്ല സുബാനെ, നിന്റെ കാര്യമൊന്നും നീ പറഞ്ഞില്ലല്ലോ. എടാ എന്നാൽ ഞാൻ അങ്ങോട്ട് പോവാം, കുറച്ച് തിരക്കുണ്ട്. ഞാൻ ലൊക്കേഷൻ എല്ലാവർക്കും ഇട്ടേക്കാം, എല്ലാവരും നൈറ്റ് വീട്ടിലോട്ട് കേട്ടോ. ശരിയെന്നാ ഞാൻ എന്നാ പോവാണ്, ഞാൻ വിളിക്കാം എല്ലാവരും. ആഹാ, നിങ്ങൾ വന്നായിരുന്നോ? അച്ഛൻ പറഞ്ഞാണ്ട് വരുന്നു, കയറുക. ആ ഇവളെന്നെ ഇവിടെ, ഇത് നമ്മുടെ ഫസ്റ്റ് ഇയർ പഠിച്ച അഖിലയല്ലേ? പൊന്നു അവര് വന്നോ? ഇരിക്കണം, നിങ്ങളെല്ലാം ഞെട്ടിയിരിക്കുകയല്ലേ ഇവളെവിടെ കണ്ടുണ്ട്. എല്ലാം ഞാൻ പറയാം. ഇവളെ നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഫസ്റ്റ് ഇയർ ആയിരുന്നു അഖില, ഇപ്പം എൻ്റെ വൈഫാ. എനിക്ക് നിങ്ങളെ എല്ലാവരും അറിയാം, നിങ്ങളുടെ എല്ലാവരും പേരാണല്ലോ കോളേജിലെ ഓരോ പെണ്ണുങ്ങളും, അങ്ങനെ എല്ലാവരും അറിയാം. അഖില എന്നാ നീ കിടന്നോ, ഞങ്ങൾക്ക് പുറത്ത് വരെ പോകണ്ട്. ശരി. നല്ല ഫുഡല്ലേടാ ഇവിടുത്തെ, അടിപൊളി ടേസ്റ്റ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എൻ്റെ എടാ നിന്നെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്ത്, സത്യം. അതൊന്നും ഇവൻ അറിയണ്ടല്ലോ, നമ്മുടെ എത്ര നാളത്തെ ഫ്രണ്ട്ഷിപ്പാന്ന് പോലും നോക്കാതെ ഇവൻ പോയതല്ലേ. എടാ സോറി, ഇനി ഒരിക്കലും നമ്മൾ പിരിയില്ല, നമ്മൾ 6 പേരും ഒന്നിച്ചു, നമ്മൾ എന്നും ഒരുമിച്ച് കാണും, ഒറ്റക്കെട്ടായിട്ട്.